യോഹന്നാൻ്റെ സുവിശേഷം 5-ാം അധ്യായം 22-ഉം 23-ഉം വചനവും വായിക്കാം. യോഹന്നാൻ 5:22-ഉം 23-ഉം. പിതാവ് ആരെയും വിധിക്കുന്നില്ല, വിധി മുഴുവനും അവിടുന്ന് പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു. പിതാവിനെ ആദരിക്കുന്നത് പോലെ തന്നെ എല്ലാവരും പുത്രനെയും ആദരിക്കേണ്ടതിനാണ് ഇത്. പുത്രനെ ആദരിക്കാത്തവരാരും അവനെ അയച്ച പിതാവിനെയും ആദരിക്കുന്നില്ല. പിതാവ് എല്ലാ വിധികളും പുത്രനെ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. എന്തിനാണ് പിതാവ് പുത്രനെ ഈ വിധി മുഴുവൻ ഏൽപ്പിച്ചു കൊടുത്തത്? പിതാവായ ദൈവത്തിന് അവിടുത്തെ ദൈവീക പരിപൂർണതയിൽ മനുഷ്യരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടില്ല. കാരണം അങ്ങനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ആ സന്തോഷം പൂർണ്ണമായും എല്ലാവരും അനുഭവിക്കും. അത് അനുഭവിക്കേണ്ടാത്തവർ ഉണ്ട്. പിതാവായ ദൈവം വന്നാൽ അവർക്ക് ആ അനുഭവം ഉണ്ടാകും. ആ അനുഭവം എല്ലാവർക്കും ഉള്ളതല്ല. പ്രത്യേകിച്ച് ദൈവികമായ കാര്യങ്ങളിൽ നിന്ന് പൂർണ്ണമായി അകന്ന വ്യക്തികൾക്ക് ഉള്ളതല്ല. അതുകൊണ്ടാണ് പുത്രനെ ഈ കാര്യങ്ങൾ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പസ്തോല നടപടി 10:42. പ്രവർത്തനം 10:42. ജീവിക്കുന്നവരുടെയും മരിച്ചവരുടെയും വിധികർത്താവായി ദൈവം നിയോഗിച്ചിരിക്കുന്നവൻ അവനാണ് എന്ന് ജനങ്ങളോട് പ്രസംഗിക്കാനും സാക്ഷ്യം വഹിക്കാനും ഞങ്ങൾക്ക് കൽപ്പന നൽകി. ഈ വിധി കർത്താവ് വരുന്നത് എങ്ങനെയാണെന്ന് ലൂക്കായുടെ സുവിശേഷം 21-ാം അധ്യായം 27-ാം വചനത്തിൽ പറയുന്നുണ്ട്. ലൂക്ക 21:27. അപ്പോൾ മനുഷ്യപുത്രൻ ശക്തിയോടും വലിയ മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. ഈ വരുന്നവനെ കുറിച്ച് ഉള്ള ഒരു പ്രതിപാദ്യം വെളിപാടിൻ്റെ പുസ്തകം 7-ാം അധ്യായം 10 മുതൽ 12 വരെയുള്ള വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. വെളിപാട് 7:10 മുതൽ 12 വരെ. അവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, സിംഹാസനാരൂഢനായ നമ്മുടെ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും പക്കലാണ് രക്ഷ. ദൂതന്മാരെല്ലാം സിംഹാസനത്തിനും ശ്രേഷ്ഠന്മാർക്കും 4 ജീവികൾക്കും ചുറ്റും നിന്നു. അവർ സിംഹാസനത്തിന് മുമ്പിൽ കമിഴ്ന്നു വീണ് ദൈവത്തെ ആരാധിച്ചുകൊണ്ട് പറഞ്ഞു, ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ, ആമേൻ. ഈ ഒരു വചനം 12-ാം വചനം നമ്മളിൽ എന്നും ഉരുവിടേണ്ടതും വളരെയധികം ശക്തിയുള്ളൊരു വചനമാണ്. ആമേൻ. നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. എത്ര കാര്യങ്ങളുണ്ട് അവിടെ? 7 കാര്യങ്ങളാണുള്ളത്, അല്ലേ? സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും. ഇത് പൂർണ്ണമായൊരു ആരാധനാ വചനമാണ്. ഈ വചനം നമ്മളിൽ വളരെ ആഴമായിട്ട് പതിക്കേണ്ട ഒരു വചനമാണ്. കാരണം ഈ വരാനുള്ളവൻ ഇത് മുഴുവനാണ്. ഇങ്ങനെയൊക്കെ ആയിട്ടും എന്തുകൊണ്ട് പല വ്യക്തികളും പിതാവിനെയും പുത്രനെയും ബഹുമാനിക്കുന്നില്ല? അതിന് വേറെ ഒരു കാരണവുമില്ല. അവരിൽ പ്രവർത്തിക്കുന്നത് അന്ത്യക്രിസ്തു അല്ലെങ്കിൽ എതിർ ക്രിസ്തുവിൻ്റെ അരൂപിയാണെന്ന്. അതിനാൽ തന്നെ ആര് ഈ കാര്യമായിട്ട് ഏത് സംവിധാനമോ ഏത് വ്യക്തിയോ ഇതായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിൽ എന്തെങ്കിലും സത്യം ഉണ്ടാവോ, അവർ വചനമല്ലേ പറയുന്നത്, അവർ പറയുന്ന കാര്യമല്ലേ എന്ന് ഒന്നും നോക്കണ്ട. അവർ വരുന്നത് അന്തിക്രിസ്തു എതിർ ക്രിസ്തുവിൻ്റെ അരൂപിയിൽ നിന്നാണ്. 1 യോഹന്നാൻ 4:3. 1 യോഹന്നാൻ 4:3. യേശുവിനെ ഏറ്റുപറയാത്ത ആത്മാവ് ദൈവത്തിൽ നിന്നല്ല, വരാനിരിക്കുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുള്ള അന്തിക്രിസ്തുവിന്റെ ആത്മാവാണ് അത്. ഇപ്പോൾ തന്നെ അത് ലോകത്തിലുണ്ട്. 1 യോഹന്നാൻ 2:22.
1 യോഹന്നാൻ 2:22. യേശുവാണ് ക്രിസ്തു എന്നത് നിഷേധിക്കുന്നവനല്ലാതെ മറ്റാരാണ് കള്ളം പറയുന്നവൻ? പിതാവിനെയും പുത്രനെയും നിഷേധിക്കുന്നവനാരോ അവനാണ് അന്തിക്രിസ്തു. 1 യോഹന്നാൻ 2:18. 1 യോഹന്നാൻ 2:18. ക്രിസ്തുവിന്റെ വൈരികൾ. കുഞ്ഞുങ്ങളെ, ഇത് അവസാന മണിക്കൂറാണ്. അന്തിക്രിസ്തു വരുന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഇപ്പോൾ തന്നെ അനേകം വ്യാജ ക്രിസ്തുമാർ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ഇത് അവസാന മണിക്കൂറാണെന്ന് അതിൽ നിന്ന് നമുക്കറിയാം. 2 യോഹന്നാൻ 7. 2 യോഹന്നാൻ 7. വളരെയധികം വഞ്ചകർ ലോകത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. യേശു ക്രിസ്തു മനുഷ്യ ശരീരം ധരിച്ചു വന്നു എന്ന് സമ്മതിക്കാത്തവരാണ് അവർ. ഇങ്ങനെയുള്ളവനാണ് വഞ്ചകനും അന്തിക്രിസ്തുവും. ഇങ്ങനെയുള്ളവരെ എങ്ങനെയാണ് ഡീല് ചെയ്യേണ്ടതെന്നുള്ളത് 2 യോഹന്നാൻ 10:11 പറഞ്ഞിട്ടുണ്ട്. 2 യോഹന്നാൻ 10:11. പ്രസ്തുത പ്രബോധനവുമായിട്ടല്ലാതെ ആരെങ്കിലും നിങ്ങളെ സമീപിച്ചാൽ അവനെ നിങ്ങൾ വീട്ടിൽ സ്വീകരിക്കുകയോ അഭിവാദനം ചെയ്യുകയോ അരുത്. എന്തെന്നാൽ അവനെ അഭിവാദനം ചെയ്യുന്നവൻ അവന്റെ ദുഷ്പ്രവൃത്തികളിൽ പങ്കുചേരുകയാണ്. കാരണം ഇത്തരക്കാർ കേരളത്തിൽ നമ്മളായിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്തുകൂടെ തന്നെ ഇവരുടെ ഏജൻസ് ഉണ്ട്. ഇവർ വരുന്നത് എണവചനങ്ങൾ പറഞ്ഞിട്ടും കൂടിയാണ്. അപ്പം നമ്മൾ എണവചനങ്ങളിൽ താല്പര്യമുള്ള ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ വിചാരിക്കും ഇവർ എണവചനമല്ലേ പറയുന്നത്, ഇത് നമ്മളുടെ ആ ഒരു കൃപയിലുള്ളതാണോ, ഏഷ്യ 34:16 എന്ന് പോലും വിശ്വസിക്കാൻ കൗശലമുള്ളവരാണ് ഇവർ. പക്ഷെ ഇവർ പിതാവിനെയോ പുത്രനെയോ ബഹുമാനിക്കുന്നല്ല. പുത്രൻ ജനിച്ചിട്ട് തന്നെ ഇല്ല അവർക്ക്. അവരുടെ സദ്വാർത്തയിൽ പുത്രൻ ജനിച്ചിട്ടില്ല, ആരിൽ നിന്നോ ജനിക്കാൻ പോകുന്നുള്ളൂ. ഇത് തനി കള്ളത്തരമാണ്. അതിനെ മനസ്സിലാക്കി അതിനെ ഡീല് ചെയ്യണം. പ്രഭാഷകൻ 11:29-31. എല്ലാവരെയും വീട്ടിലേക്ക് വിളിക്കരുത്. കൗശലക്കാരന്റെ ഉപായങ്ങൾ നിരവധിയാണ്. കൂട്ടിലടച്ച പക്ഷിയെ പോലെയാണ് അഹങ്കാരിയുടെ മനസ്സ്. ചാരനെ പോലെ അവൻ നിന്റെ ദൗർബല്യങ്ങൾ ഉറ്റുനോക്കുന്നു. നന്മയെ തിന്മയാക്കാൻ അവൻ നോക്കിയിരിക്കുകയാണ്. സൽപ്രവൃത്തികളിലും അവൻ കുറ്റം കണ്ടുപിടിക്കും. അതായത് നമ്മൾ കാലങ്ങളായി സ്വീകരിച്ചിട്ടുള്ള ഈ വചനത്തിൻ്റെ രഹസ്യം, അതായത് പിതാവിനെയും പുത്രനെയും ബഹുമാനിക്കണം എന്നുള്ളതിൻ്റെ രഹസ്യം നമുക്ക് ആഴമായി പതിച്ച് തന്നിട്ടുണ്ട്, തലമുറകളായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് മുഴുവൻ തച്ചുടച്ച് നമ്മളിലുള്ള നന്മയെ തിന്മയായിട്ട് മാറ്റാനുള്ള പ്രബോധനങ്ങളായിട്ടാണ് വരുന്നതെന്ന് നമ്മൾ വളരെ കൃത്യമായിട്ട് അറിയണം. അവരിൽ പ്രവർത്തിക്കുന്ന അരൂപി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1 തിമോത്തി 4:1-2 വചനത്തിൽ പറയുന്നുണ്ട്. 1 തിമോത്തി 4:1-2. കപടോപദേഷ്ടാക്കൾ. വരും കാലങ്ങളിൽ ചിലർ കപടാത്മാക്കളിലും പിശാചിന്റെ പ്രബോധനങ്ങളിലും ശ്രദ്ധയർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് ആത്മാവ് വ്യക്തമായി പറയുന്നു. മനസ്സാക്ഷി കത്തിക്കരിഞ്ഞുപോയ നുണയന്മാരുടെ കാപട്യമാണ് ഇതിന് കാരണം. 2 പത്രോസ് 2:1-2. 2 പത്രോസ് 2:1-2. വ്യാജ പ്രവാചകന്മാർ. ഇസ്രായേൽ ജനങ്ങൾക്കിടയിൽ വ്യാജ പ്രവാചകന്മാരുണ്ടായിരുന്നു. അതുപോലെ തങ്ങളുടെ മേൽ ശീഘ്രനാശം വരുത്തിവെക്കുന്ന വ്യാജോപദേഷ്ടാക്കൾ നിങ്ങളുടെ ഇടയിലും ഉണ്ടാകും. അവർ വിനാശകരമായ അഭിപ്രായങ്ങൾ രഹസ്യത്തിൽ പഠിപ്പിക്കുകയും തങ്ങളെ വില കൊടുത്തു വാങ്ങിയ നാഥനെ പോലും നിഷേധിക്കുകയും ചെയ്യും. കണ്ട, വില കൊടുത്തു വാങ്ങിയ നാഥനെ നിഷേധിക്കും. കണ്ടോ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരാരെയാണ് നിഷേധിക്കുന്നത്? വചനം പറഞ്ഞു എന്നുകൊണ്ട് കാര്യമില്ല. ഇവരാരെ നിഷേധിച്ചാണ് ഇത് മുഴുവൻ പറയുന്നത്? അത് നമ്മൾ ശ്രദ്ധിക്കണം. 2 കൊരിന്തോസ് 11:3-4. 2 കൊരിന്തോസ് 11:3-4. എന്നാൽ സർപ്പം ഹവ്വായെ തന്ത്രപൂർവ്വം ചതിച്ചതുപോലെ നിങ്ങളുടെ ചിന്തകൾ ക്രിസ്തുവിലുള്ള ലാളിത്യത്തിലും വിശുദ്ധിയിലും നിന്ന് വ്യതിചലിപ്പിക്കപ്പെടുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. എന്തെന്നാൽ ഞങ്ങൾ പ്രസംഗിച്ചതല്ലാത്ത മറ്റൊരു യേശുവിനെ ആരെങ്കിലും വന്ന് പ്രസംഗിക്കുകയോ നിങ്ങൾ സ്വീകരിച്ചതല്ലാത്ത മറ്റൊരു ആത്മാവിനെ നിങ്ങൾ സ്വീകരിക്കുകയോ
നിങ്ങൾ കൈക്കൊണ്ടതല്ലാത്ത മറ്റൊരു സുവിശേഷം നിങ്ങൾ കൈക്കൊള്ളുകയോ ചെയ്താൽ നിങ്ങൾ അനായാസം അതിനെല്ലാം കീഴടങ്ങുകയായിരിക്കും ചെയ്യുക. ഇത്തരക്കാരുടെ പുറമെയുള്ള വചനപ്രസംഗത്തിന് അകമെയുള്ള രഹസ്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ അശുദ്ധിയും ഗുണ്ടായുസവും ധനാസക്തിയുമാണുള്ളതെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. അതറിയാതെ നമുക്കുള്ള ആത്മീയ സത്യങ്ങൾ, പ്രത്യേകിച്ച് ബഹുമാനം, പിതാവിനും പുത്രനും കൊടുക്കേണ്ട ബഹുമാനം ഇല്ലാതാക്കുന്നത് എന്തിനു വേണ്ടിയാണ്? ഗലാത്യ 1:6-7. ഗലാത്യ 1:6-7. മറ്റൊരു സുവിശേഷമില്ല. ക്രിസ്തുവിന്റെ കൃപയിൽ നിങ്ങളെ വിളിച്ചവനെ നിങ്ങൾ ഇത്ര പെട്ടെന്ന് ഉപേക്ഷിക്കുകയും വ്യത്യസ്തമായ ഒരു സുവിശേഷത്തിലേക്ക് തിരിയുകയും ചെയ്യുന്നതിൽ എനിക്ക് ആശ്ചര്യം തോന്നുന്നു. വാസ്തവത്തിൽ മറ്റൊരു സുവിശേഷമില്ല. എന്നാൽ നിങ്ങളെ ഉപദ്രവിക്കാനും ക്രിസ്തുവിന്റെ സുവിശേഷത്തെ ദുഷിപ്പിക്കാനും ആഗ്രഹിക്കുന്ന കുറെ ആളുകളുണ്ട്. ഇത്തരക്കാർക്ക് പശ്ചാത്തപിക്കാൻ സാധിക്കില്ല. കാരണം പശ്ചാത്തപിക്കാവുന്ന അവസ്ഥകളെല്ലാം കഴിഞ്ഞു പോയ കുറേ പ്രബോധകർ നമ്മുടെ ഇടയിലുണ്ടെന്ന് നമ്മൾ അറിയണം. അവരുടെ പ്രബോധനത്തിലൂടെ നമുക്ക് അനുതാപമല്ല ഉണ്ടാകുക, അസൂയയും തർക്കവും ദേഷ്യവും ക്രോധവും എല്ലാമാണ് ഫലമായിട്ട് നമ്മിൽ നിന്നുണ്ടാവുക. അതിന് കാരണം എന്താണ്? ഹെബ്രായ 6:6. ഹെബ്രായർ 6:6. കാരണം അവർ ദൈവപുത്രനെ സ്വമനസ്സ അധിക്ഷേപിക്കുകയും വീണ്ടും കുരിശിൽ തറയ്ക്കുകയും ചെയ്തു. അതുകൊണ്ട് 1 യോഹന്നാൻ 4:1-ൻ്റെയും 1 കൊരിന്തോസ് 12:10-ൻ്റെയും കൃപയ്ക്ക് വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുക. പ്രൈസ് ദ ലോർഡ്.